അതുവരെ അത് ആത്മസുഹൃതം എന്നാണ് അത് കരുതി വെച്ചിരുന്നത്. ഈ ഗുരുപൂജ കഴിഞ്ഞപ്പോൾ ഇതിന് നേരിട്ട് കാണാൻ കഴിഞ്ഞ് ഇത് ആത്മസുഹൃതമല്ല. ഇനി ഞാൻ ഈ ജഡവും തൂക്കിക്കൊണ്ട് നടക്കണ്ട, തല തല്ലി. കണ്ട, പ്രത്യക്ഷാവഹം എന്ന് പറയുന്ന ഇതല്ലേ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്. അല്ലാതെ ഞാനങ്ങ് ആളുമാറാട്ടം കാണിച്ച സംഗതി ശരിയാകുമോ? നിങ്ങളുടെ ജീവനിൽ കുടികൊണ്ടിരുന്ന ആ കർമ്മഗതി തല്ലി തകർത്തിരിക്കുന്നു. ഇതിന് നിങ്ങൾ എത്ര കോടി രൂപ ചെലവാക്കാം? ഇങ്ങനൊന്ന് ചെയ്യട്ടെ, പറ, നിങ്ങളായിട്ട് പറ. ഈ ഗുരുപൂജ ഇപ്പൊ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അറിഞ്ഞോടാ, മറ്റാർക്കും അറിഞ്ഞോടാ, അവർക്കൊന്നും അറിയില്ല. ചെയ്തതിന് അവൾക്കും അറിയില്ല. എങ്ങനെ അവൾ ഇങ്ങനെ ഒരു അറിവ് ഇങ്ങനെ വരുന്നു? ഇതവൾ കാണുന്ന എന്താണ്? എല്ലാ ഗുരുക്കന്മാരും എന്തുപോലെ നിൽക്കുന്നെന്നാണ്, എല്ലാ പിശാചും എങ്ങനെ നിൽക്കുന്നെന്നാണ്, എല്ലാ ഋഷിമാരും ജ്ഞാനികളും എങ്ങനെ നിൽക്കുന്നെന്നാണ്. അത് കാലാന്തരത്തിലേക്ക് എങ്ങനെ നിൽക്കുന്നു, ഇത് കാണത്തക്ക ഒരു പരിചയമാണ് ഈ കുട്ടികൾക്ക് വരുന്നത്. ഇതെന്റെ കള്ളമല്ലേ? പിന്നെ നിങ്ങൾക്ക് വേറൊന്ന്, ജാഗ്രത സ്വപ്ന സുഷുപ്തി നാം സാക്ഷി. ആ 3 കാലങ്ങളിലും സാക്ഷിയായിട്ട് നിന്നിട്ട് ഈ ഗുരു നിങ്ങളുടെ ചീത്തയും നല്ലതും പിടിച്ചു പറിച്ചെടുക്കുന്നു. ഉണ്ടില്ല, മനസ്സിലായില്ലേ? ചീത്തയും നല്ലതും പിടിച്ചു പറിച്ചെടുക്കുന്നു. അതുവരെയുള്ള നല്ലതും അതുവരെയുള്ള ചീത്ത ഇങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ നല്ലത് തന്നിട്ട് ചീത്ത ഇങ്ങോട്ട് നശിപ്പിക്കുക. അങ്ങനെ പാത്രശുദ്ധി എന്ന് പറഞ്ഞ കർമ്മയോഗത്തിൽ നിങ്ങൾ ശുദ്ധമാകുകയാണ്. മനസ്സിലായ? ആ കർമ്മയോഗം നിങ്ങളിലേക്ക് തന്നിട്ട് നിങ്ങളൊന്നും അറിയുന്നില്ല. ദൈവമേ, ഗുരുവേ, ഇത്ര എന്തെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്തോ? നിങ്ങൾ ഇതിനു മുൻപൊക്കെ ജീവിച്ചിരുന്ന് ഇതൊക്കെ ചെയ്തവരല്ലേ? എന്ത് കിട്ടിയിരുന്നു? ഒന്നും കിട്ടിയിരുന്നില്ല. ഇതിപ്പോ അതല്ല. നിങ്ങളുടെ വീട്ടിന്, നിങ്ങളുടെ നാടിന്, നിങ്ങളുടെ രാജ്യത്തിന് ഇങ്ങനെ 10 കുട്ടികൾ വളർന്നാൽ മതി എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ നാടിനും രാജ്യത്തിനും ദാനം ചെയ്തവരായി മാറിയില്ലേ അച്ഛനും അമ്മയും?